ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ട്രാവൽ ചെയ്തൊരു ട്രാവൽ ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ. ട്രാവൽ ചെയ്തത് എവിടേക്കാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ബഹ്റിനിൽ സ്റ്റാർട്ട് ചെയ്ത പുതിയ റോഡിൻ്റെ ഒരു റിവ്യൂ കൂടിയാണിത്. ബുസൈറ്റീൻ തൊട്ട് ഡ്രാഗൺ സിറ്റിയുടെ അടുത്തേക്ക് വരെ പോകാനായിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത റോഡ്. ഡ്രാഗൺ സിറ്റി മാത്രമല്ല കേട്ടോ, മറാസി ബീച്ചിലോട്ടും ഒക്കെ നമുക്ക് സുഖമായിട്ട് ട്രാവൽ ചെയ്യാം. അതെനിക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാഫിക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. പണ്ട് ഞങ്ങൾ മറാസി ബീച്ചിൽ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി ട്രാവൽ ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഒത്തിരി ട്രാഫിക്കും സിഗ്നലും എല്ലാം കഴിഞ്ഞ് അവിടെ എത്തിയത്. പക്ഷേ ഇത് സ്ട്രെയിറ്റ് റോഡിലൊരു ട്രാഫിക്കും ഇല്ല. ട്രാഫിക് ഫ്രീ ആയിട്ട് സുഖമായിട്ട് 10 to 12 മിനിറ്റ്സിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നുള്ളതാണ് ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല, ആ ഏരിയയിലോട്ട് അങ്ങ് എത്തും തോറും അവിടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒത്തിരി ഫ്ലാറ്റ്സും റിസോർട്ട്സും ഹോട്ടൽസും ഒക്കെ ഉണ്ട്. ഈ റിസോർട്ട്സിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയത്, ഈ റിസോർട്ട്സിൻ്റെയൊക്കെ പുറകിലായിട്ട് പ്രൈവറ്റ് ബീച്ചസ് ഉണ്ട്. ഈ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഈസി ആയിട്ടുള്ള ആക്സസ് ഉണ്ട്. പക്ഷേ നോർമലായിട്ട് ചെല്ലുന്നവർക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം അതിൽ ജസ്റ്റ് ഒന്ന് പോയി കവർ ചെയ്തതന്നേ ഉള്ളൂ. കാരണം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാനവിടെ പോയത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ. ആ കടലിൻ്റെ ഭംഗി തന്നെ കാണാനായിട്ട്, തിരമാലകളില്ലെങ്കിലും കടൽ കാണാനുള്ളൊരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ രസമുള്ളൊരു കാര്യമാണ്. എൻ്റെ രണ്ട് സൈഡിലും നല്ല വ്യൂ ആയിരുന്നു. ഇതൊരു പബ്ലിക് ബീച്ചായിട്ട് എനിക്ക് തോന്നി, കാരണം അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് പിന്നെ അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഈ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ കണ്ടത് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെ അവിടെ എല്ലാം കണ്ടതിന് ശേഷം പിന്നെ നേരെ പോയത് അവിടെയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കുറച്ച് നാളായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഒരു മാളിലോട്ടാണ്. R&B തുടങ്ങി ഒത്തിരി കടകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പൈഡർമാൻ്റെ ഒത്തിരി വെറൈറ്റി ഷൂസ് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മകന് സ്പൈഡർമാൻ്റെ ഷൂസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു. അതിലൊരു ഷൂ ഞാൻ മേടിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, വെസ്റ്റേൺ വെയർ തന്നെ വുമൻസിന് പറ്റിയ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതുമാത്രമല്ല, ഈ മാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻറ്റീരിയർ കാണാനും നല്ല ഭംഗിയുണ്ട്. ക്രിസ്മസിൻ്റെയൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ട്രീസും എല്ലാം വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡ്സിന് പറ്റിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി ഗെയിംസൊക്കെ അവിടെയുണ്ട്. അതുമാത്രമല്ല, ഇവിടെ അക്വേറിയം ഉണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ. അത് നമുക്ക് ഓൾറെഡി എൻട്രി ഫീസ് ഉണ്ട്. അതിന് ശേഷം പിന്നെ ഒത്തിരി വൈകാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിവേ, ഇതാ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാണാനായിട്ട് ഉണ്ട് താനും. അതുമാത്രമല്ല, നമുക്ക് വളരെ പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന ഒരു റോഡായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ റോഡിലൂടെ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തിട്ടില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വട്ടം ഈ റോഡിലൂടെ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത.